ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അൽഫാം ചിക്കൻ തയ്യാറാക്കാം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉരുളി ഉണ്ടല്ലോ. ഈ ഉരുളിയിൽ വെച്ചിട്ടാണ് ഞാനിന്ന് അൽഫാം തയ്യാറാക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന അതേ രുചിയിൽ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ വെച്ചിട്ട് അൽഫാം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ. അൽഫാം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. 4 വലിയ പീസസ് ആയിട്ടാണ് ഞാനിതിവിടെ മുറിച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വാരിയതിന് ശേഷം അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം വേണം ഈ ചിക്കൻ പീസസ് നമ്മളിത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കാൻ. അതിനുശേഷം ഇതേപോലെ നന്നായിട്ടൊരു കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കുകയും വേണം. നമ്മൾ തേച്ച് കൊടുക്കുന്ന മസാലയെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കുക. ഇനി ഞാനിവിടെ എന്തൊക്കെ മസാലപ്പൊടികളാണ് എടുത്തിരിക്കുന്നതെന്ന് പറയാം. 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ ഉപ്പ് പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, 1/2 സ്പൂൺ ഗരം മസാല. നമ്മൾ തൊട്ട് മുമ്പെടുത്ത പൊടികൾ കൂടാതെ 2 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തതും 4 ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞതും പിന്നെ കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, ഇത്രയും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും പുതിനയിലയും മല്ലിയിലയും എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതായിപ്പോൾ ഈ ഒരു പാകത്തിൽ നന്നായിട്ട് ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ പൊടികളിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 3 സ്പൂൺ തൈരും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പുതിനയില, മല്ലിയില എല്ലാം ഈ പൊടികളുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എടുത്ത് നമുക്കതിലോട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം. വരഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗങ്ങളിലോട്ടെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മളിത് കുക്ക് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഒരുപാട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിലല്ല കാര്യം. നമ്മളിതെല്ലാം തിരുമ്മി വെച്ചതിന് ശേഷം 1 മണിക്കൂറെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളിത് കുക്ക് ചെയ്തെടുത്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാ മസാല ഇതിലോട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ചേരുവകൾ ചേർത്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് അൽഫാം വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നതാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരുന്നത്. ഇപ്പം നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഉരുളി ചൂടാക്കി എടുക്കുവാണ്. ഞാനിത് തയ്യാറാക്കുന്നത് ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ഉരുളിയിലാണ്. ഉരുളിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ തന്നെ കാണുമല്ലോ. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഉരുളിയിലാണ്. ഉരുളി ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉരുളിയിൽ തയ്യാറാക്കുന്ന സമയത്ത് അല്പം എണ്ണ, അതായത് ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ചൂടായ എണ്ണയിലോട്ട് ഞാൻ നേരത്തെ മസാല തിരുമ്മി വെച്ചിരുന്ന അതിൽ 2 പീസ് ചിക്കൻ ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാണ് കേട്ടോ കിടക്കുന്നത്. കൂടുതൽ കൂട്ടിയും വെക്കുന്നില്ല, സിമ്മിലോട്ടൊന്നും ആക്കുന്നില്ല. 2 കഷ്ണം വീതം 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിതിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. കുറച്ചുകൂടി കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഈ 4 പീസ് നമുക്ക് അൽഫാമാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ വറുത്തെടുത്ത പോലെ ആയി പോകും. അപ്പോൾ അത് പാടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ അല്പം എണ്ണ ഒഴിച്ച് 2 പ്രാവശ്യമായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇടവേളകളിലായിട്ടാണ് ഞാനിത് മറിച്ചിട്ട് കൊടുക്കുന്നത്. എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് കിട്ടുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഉരുളി ഇല്ലെങ്കിൽ ഫ്രൈ പാനോ കടായിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ അൽഫാം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിതിവിടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. എനിക്കിതിവിടെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 40 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയിരിക്കുന്ന 2 പീസ് കൂടി ഞാൻ ഇതേ എണ്ണയിലോട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുവാണ്. നമ്മുടെ ഉരുളി ഇപ്പോൾ കുറച്ച് കരിഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മൾ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണല്ലോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഉരുളി കരിഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റൊന്നും അൽഫാമിലോട്ട് വരുകയില്ല. അതിൻ്റെയൊക്കെ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. 100% നല്ല ടേസ്റ്റായിട്ടുള്ള അൽഫാം തന്നെ നമുക്ക് ഉരുളിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ലെഗ് പീസസും നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ട് എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കുക.
ലെഗ് പീസസും ഇപ്പം നന്നായി കുക്കായിട്ടുണ്ട്. ഇത് വെന്ത് കിട്ടുന്നതിനായിട്ട് 30 മിനിറ്റ് സമയമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ കട്ടിക്കനുസരിച്ച് സമയവ്യത്യാസം ഉണ്ടാകാം. ഫ്രൈ പാനോ കടായിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം കൂടുതൽ എടുത്തേക്കാം. ഉരുളിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതേ വലുപ്പത്തിലുള്ള ഉരുളിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഏറെക്കുറെ കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ 2 ചിക്കൻ പീസസ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. അതുകൂടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ചിരട്ട കത്തിച്ചതിന് ശേഷം ആ ചിരട്ട ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിനകത്താക്കി അത് ഇതിലോട്ട് വെച്ച് ഈ ചിക്കൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുകച്ചെടുക്കണം. ഇനി ഇതൊരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കുക. ഈ ഒരു പുകചവയും കൂടി ഈ ഒരു അൽഫാമിലോട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ചിരട്ട കത്തിച്ച് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ടാക്കിയതിന് ശേഷം ഒരല്പം എണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം അത് പുകയുന്നതിന് വേണ്ടിയിട്ട് ചിക്കൻ പീസസിലോട്ട് വെച്ച് കൊടുക്കുക. മൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ മൂടി ഒരു 10 മിനിറ്റുകൾക്ക് ശേഷം തുറന്നാൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പുകചൊവയൊക്കെ ചിക്കൻ പീസസിലോട്ട് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഉരുളിയിൽ തയ്യാറാക്കിയ ഹോം മെയ്ഡ് അൽഫാം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ്സ് എല്ലാം അറിയിക്കുക. ഇടുക്കിക്കാരി ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം.